ഹായ് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു സ്ട്രോബെറി ഡിസൈൻ്റെ സാരിയാണ് കേട്ടോ. ഇതാ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് സിൽക്കി കോട്ട സാരിയിലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ കണ്ടിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. പുതിയ ഡിസൈൻസ് ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കുന്നതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരി ഫിനിഷ് ചെയ്തിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ ഫിനിഷ് ചെയ്ത് വരുമ്പോഴേക്കും ഒത്തിരി സമയം പോവും. ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡിസംബറിന് മുന്നേ ഇത് കാണിക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഇതിൻ്റെ വർക്ക് ചെയ്ത് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തേക്കാം. ഇതാ ഇതിൽ സ്റ്റിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. കണ്ടോ, സ്ട്രോബെറി ചെയ്യാൻ നേരത്ത് ഞാൻ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡാർക്ക് ഓറഞ്ച്, ഒരു റെഡിഷ് ഓറഞ്ച് കളറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് വൈറ്റ് കളറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് നമ്മൾ ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റും കൂടി ഉണ്ടെങ്കിൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് വൈറ്റും ആഡ് ചെയ്തത്. ഇതിപ്പോൾ ഈ സാരിയിൽ ഞാനൊരു 9 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ചെയ്ത സാരിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2300 ആണ്. അപ്പോൾ അതിൽ കുറച്ച് ഡിസൈൻസ് കൂടുതലുണ്ടെങ്കിൽ ഭംഗിയായിരിക്കും തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ 9 ഡിസൈൻസ് കൊടുത്തത്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എത്ര ഡിസൈൻ വേണം എന്നൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. കണ്ടോ, ഇത് ഓഫ് വൈറ്റിൽ ചെയ്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത് സിൽക്കി കോട്ട വന്നപ്പോഴേക്കും കുറച്ച് ക്രീം ഷെയ്ഡായിരുന്നു. അപ്പോൾ ക്രീം കളറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ബ്ലൗസിനെ പറ്റിയും എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ റെഡ് ബ്ലൗസ് എടുത്തിട്ട് ഗ്രീൻ പൈപ്പിംഗ് ചെയ്താൽ ഭംഗിയായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ബ്ലൗസിൽ റെഡ് പൈപ്പിംഗ് ചെയ്തിട്ട് ഇട്ടാലും ഭംഗിയായിരിക്കും. കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി. അത് നല്ല ഭംഗിയായിട്ട് സ്ട്രോബെറിയുടെ വർക്ക്. അപ്പോൾ വർക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണുന്ന വിധത്തിൽ ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുവാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബ്യൂട്ടിഫുൾ സ്ട്രോബെറി. ഇതിൻ്റെ ഡിസൈൻ ഞാൻ എനിക്കൊരു ഐഡിയ തോന്നിയതനുസരിച്ച് വരച്ചതാണ് കേട്ടോ. അതുകൊണ്ട് കൂടുതൽ ബ്രാഞ്ചസ് ഒന്നും ആഡ് ചെയ്തില്ല. ഒരു 3 സ്ട്രോബെറി വരച്ചു. അതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് ലീവ്സും ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൈ ഓൺ ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ ചെയ്യുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇതിലെ നമ്പർ നോക്കിയിട്ട് വാട്സപ്പ് മെസ്സേജസ് അയച്ചാലും ഞാൻ ഡിസൈൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് സാരി കണ്ടല്ലോ. ഇതിൻ്റെ സാരി നമുക്ക് ആകെ ഒരു പീസാണ് സെയിലിനുള്ളത്. അതായത് വർക്ക് ചെയ്യാത്ത സാരി. സിൽക്കി കോട്ടയുടെ സാരി ഭയങ്കര റെയറായിട്ട് വരാറുള്ളൂ. 3 കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. സിൽക്കി കോട്ടയിൽ നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള പിങ്കാണ് കേട്ടത്. ഇതിൻ്റെ മെറ്റീരിയൽ നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 690 ആണ്. ഓരോ സാരിയുടെ മെറ്റീരിയലും അതിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ട് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഇതിൻ്റെ റേറ്റ് ഇതിനേക്കാൾ കുറച്ച് കിട്ടാറുണ്ട്, ഇതിൻ്റെ കൂടിയതുണ്ടെന്നൊക്കെ. അത് ഓരോ തവണയും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റിൽ ഡിഫറൻസ് വരാറുണ്ട്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ റേറ്റ് 690 വന്നിരിക്കുന്നത്. ഇത് പിങ്ക് ഷെയ്ഡ്. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടാവും. നമുക്കൊരു ക്രിസ്മസ് അറ്റയർ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് സാരിയൊക്കെ ഈ ഒരു ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഭംഗിയുണ്ടാവും. അതേപോലെ ഒരു ഫങ്ഷണൽ വെയറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ചില സമയത്ത് നെറ്റ് കോട്ട നമ്മൾ നോർമൽ ക്യാഷ്വൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ സിൽക്കി കോട്ട കുറച്ചുകൂടി നമുക്ക് ഫങ്ഷണൽ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. കണ്ടിത് നല്ല ഭംഗിയാണ്. ഇതിൽ നമുക്ക് ഗ്രീൻ ആൻഡ് റെഡ് ചെറീസ് അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഒക്കെ ചെയ്യുവാണെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ ഓൾറെഡി നിങ്ങളെ കാണിച്ച വർക്ക് ചെയ്ത സാരിയുടെ സെയിം കളറാണ്. ഇതാണ് സിൽക്കി കോട്ടയിൽ നെക്സ്റ്റ് വരുന്ന സാരി. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 690 ആണ്. ആദ്യം ഞാൻ കാണിച്ചത് കുറച്ചുകൂടി ഡാർക്ക് കളർ ഒരു ചെക്സ് വരുന്ന പോലെയായിരുന്നു. ഇത് കുറച്ചുകൂടി ചെറിയ ചെക്സ് പോലെ വരുന്ന സാരിയാണ് കേട്ടോ. ഇതിലും നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ഡിസൈൻസ് ഒക്കെ ചെയ്ത ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ സാരി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു ഡിസൈൻ കൂടി ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഇതാണ് സാരിയുടെ കളേഴ്സ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ത്രെഡിൻ്റെ കളേഴ്സ് കൂടി നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ത്രെഡിൻ്റെ കളേഴ്സും കൂടി ഒന്ന് കാണാം. ഈ ത്രെഡിൻ്റെ വീഡിയോ ഞാനിത് വാങ്ങാനായിട്ട് തൃപ്പൂണിത്തുറയിൽ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. ഒത്തിരി പേരിങ്ങനെ കളേഴ്സ് ചോദിക്കാറുണ്ട്, അതേപോലെ ഷെയ്ഡ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോഴേക്കും ഇതിൻ്റെ ഷെയ്ഡ്സും എല്ലാം മനസ്സിലാവും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കടയിൽ ഇവർ അറേഞ്ച് ചെയ്യുന്നത് ഓരോ കളേഴ്സും അതിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് ഒരു ഡ്രോയിൽ വന്ന വിധത്തിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനുണ്ട്. സ്റ്റാച്യു ജംഗ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴേക്കും മധുര കോട്ട്സിൻ്റെ ഒരു കടയുണ്ട്. ഇപ്പം മധുര കോട്ട്സിൻ്റെ നെയിം എന്തോ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടയാണ് ഞാൻ നേരത്തെ തൊട്ടേ വാങ്ങാറുള്ള ഒരു അങ്കിളിൻ്റെ ഷോപ്പാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. പിന്നെ എറണാകുളത്ത് നിന്നും വാങ്ങാറുണ്ട്. ചില സമയത്ത് നമ്മൾ ത്രെഡ് വാങ്ങാൻ പോകുമ്പോൾ എല്ലാ കളേഴ്സും അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ ഒത്തിരി കളേഴ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 2-3 ഷോപ്സൊക്കെ കയറിയിട്ടാണ് എനിക്ക് കിട്ടാറുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ത്രെഡ് കുറച്ചധികം വാങ്ങാനായിട്ട് പോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ത്രെഡിൻ്റെ ഷെയ്ഡ്സ് കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചില കസ്റ്റമേഴ്സൊക്കെ ത്രെഡ് കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാൻ വാങ്ങാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കൊക്കെ വാങ്ങി അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കളേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പോയി നോക്കുവാണെങ്കിലും അത്യാവശ്യം കളേഴ്സൊക്കെ അവിടെ കിട്ടും നമുക്ക്. ഗ്രീൻ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒത്തിരി ഗ്രീനൊക്കെ കാണാം നമുക്ക്. അപ്പോൾ അത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് കളർ ചൂസ് ചെയ്യണം എന്നൊക്കെ തോന്നുമ്പോൾ ഈ ഒരു വീഡിയോ എടുത്ത് നോക്കുവാണെങ്കിൽ അതിലും ഗ്രീനിൻ്റെ ഷെയ്ഡ്സ്, യെല്ലോയുടെ ഷെയ്ഡ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഷോപ്പും അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഷോപ്പാണ്. അതായത് ത്രെഡിൻ്റെ മാത്രം സ്റ്റിച്ചിങ്ങിൻ്റെ മെറ്റീരിയൽസാണ് അവിടെ കൂടുതൽ വരുന്നത്. നോർമലി നമ്മൾ ത്രെഡ് വാങ്ങാൻ പോകുന്ന ഷോപ്പ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ക്രാഫ്റ്റ് ഐറ്റംസ് കൂടി ഉള്ളതുകൊണ്ട് ഒത്തിരി ഹറിബറി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ത്രെഡും സ്റ്റിച്ചിങ് സാധനങ്ങളും മാത്രമുള്ള ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് സമയമെടുത്ത് അത്യാവശ്യം നോക്കിയൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. ഞാനിതിൻ്റെ ഡ്രോ മാക്സിമം നിങ്ങളെ തുറന്ന് കാണിക്കുന്നുണ്ട്, എല്ലാ കളേഴ്സും കാണുന്ന വിധത്തിൽ. ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് വീഡിയോ എടുത്തിട്ടാണ് കേട്ടോ തുറന്ന് കാണിക്കുന്നത്. പിന്നെ ഇത് തുറക്കുന്ന സമയത്ത് അതിൻ്റെ ഡ്രോ ഊരി താഴെ പോവാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചില ഡ്രോ ഫുള്ളായിട്ട് വലിച്ചു വെച്ച് കാണിക്കാനായിട്ട് പറ്റാത്തത്. ഇതിൽ ത്രെഡിൻ്റെ റേറ്റും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ചില ത്രെഡ് പ്ലെയിനൊക്കെ വരുമ്പോഴേക്കും 12 റുപ്പീസും പിന്നെ ഷെയ്ഡ്സ് വരുമ്പോൾ 15 റുപ്പീസ്. ഇതാ ഈ കാണുന്നതൊക്കെ ഷെയ്ഡഡ് ത്രെഡാണ്. നമ്മൾ ഡബിൾ ഷെയ്ഡ് മൾട്ടി കളറൊക്കെ വരുന്ന ത്രെഡുകളാണ് കേട്ടോ. ചില കളേഴ്സൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ളതെല്ലാം നിങ്ങളെ കാണിക്കുവാണ്. ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ ഞാൻ എപ്പോഴും വീഡിയോയിൽ എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അത് ചിലതൊന്നും കാണാനായിട്ടും സാധിച്ചില്ല കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം എനിക്ക് അവിടെ അവൈലബിൾ ആയിട്ട് തോന്നിയതെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കസിൻസിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക കേട്ടോ. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻസിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.